ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടിയാണ് ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. അച്ഛന് ചാണ്ടി അച്ഛനോട് ഇരിക്കുന്നു, ബിൽസൺ ചേട്ടൻ, ചേച്ചി. ഞാൻ ഏതാണ്ട് ഒരു 2 വർഷം മുമ്പാന്ന് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മയിൽ ഇവിടെ തൊട്ടടുത്ത നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തിരുന്നു. ദൈവം ഇത്രമാത്രം നിങ്ങളെ വളർത്തി എന്ന് കാണുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇന്ന് ഒത്തിരിയേറെ ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ ഈ കൂട്ടായ്മ സാധിക്കുന്നു. അതിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ തിരുസഭയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമ്മുടെ മാർപ്പാപ്പയോട്, അതുപോലെ താമരശ്ശേരി രൂപതയോട്, പിതാവിനോട്, എല്ലാ വൈദികരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വേദനയിലൂടെ, പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരുന്നു. നമ്മൾ തിരുസഭയോട് ചേർന്നാണ് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുന്ന ഏത് അവസ്ഥയാണോ അത് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. പ്രിയമുള്ളവരെ, രോഗമാകാം, തകർച്ചകളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഏത് അവസ്ഥയാണെങ്കിലും ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഈശോയെ നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മക്കളെ അനുഗ്രഹിക്കണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 അനുഗ്രഹിക്കണമേ. ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വേദനകൾ ഏറ്റെടുക്കണമേ. രോഗപീഠകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗപീഠകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സ്നേഹത്തോടെ അമ്മയെ വിളിക്കുന്നു. അമ്മയെ വിളിച്ചപ്പോഴെല്ലാം അമ്മ കടന്നു വന്നു. അമ്മയെ നന്ദി പറയുകയാണ്. ഈ നിമിഷങ്ങളിൽ ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഞങ്ങൾ വിളിക്കുന്നു. അമ്മയെ വരണമേ. ഈ മക്കൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കണമേ. അമ്മയെ കൂട്ടായ്മ ഒത്തിരിയേറെ അനുഗ്രഹപ്രദമാകണമേ. അനേകർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കാനുള്ള കൃപ ഈ മക്കൾക്കെല്ലാം അവിടെ നൽകണമേ. അമ്മയെ, പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച മക്കളുണ്ട്. അവരെയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ നിമിഷങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, ആ മക്കൾക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ അമ്മ മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ അവിടുന്ന് മധ്യസ്ഥം വഹിക്കണമേ. ജോൺ പോൾ 2 മാർപ്പാപ്പെ, അമ്മ ത്രേസ്യ പെണ്ണുപതി, കൊച്ചു ത്രേസ്യ പെണ്ണുപതി, അൽഫോൻസാമേ, മദർ തെരേസെ, തിരുക്കുടുംബത്തിന് മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടിയും അവിടുന്ന് നിരന്തരം അവിടുന്ന് മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നെല്ലാം മരിച്ചുപോയ ബന്ധുമിത്രാദികളെ മധ്യസ്ഥം വഹിക്കണമേ. ജെയിംസ് അച്ച, വർക്കി അച്ച, ചാവറ അച്ച, എപ്രോസ്യാമേ, വിശുദ്ധ ബിലോമിനെ, വിശുദ്ധ മരിയ ഗുരുത്തി, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ അവിടെ നിന്ന് നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ സംശയായി സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിരിക്കാം. എന്നെ പരിചയപ്പെടുത്തിയത് ഒന്ന് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. എൻ്റെ പേര് റോയ് എന്നാണ്, പുതുപ്പാടി ഇടവക തന്നെ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടിയാണ് ഇന്ന് ദൈവസ്നേഹം, ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു തരിക. ഏതാണ്ട് ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് വിൽസൺ ചേട്ടനെ കണ്ടുമുട്ടിയത് ശാലോം
പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വെച്ചാണ് പ്രിയമുള്ളവരെ കണ്ടുമുട്ടുക. ഒത്തിരിയേറെ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്ന. ഞാൻ ഓർക്കുന്നു, കരഞ്ഞുകൊണ്ട് പോയി വിൽസൺ ചേട്ടൻ്റെയും ചേച്ചിയുടെയും അടുത്തൊക്കെ പോയി പെരുവണ്ണാമൊഴിയിൽ ഇവരുടെ വീട്ടിൽ പോയി കരഞ്ഞുകൊണ്ടിരുന്ന നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒത്തിരിയേറെ തകർച്ചയിലൂടെ കടന്നുപോയി. അവിടെയെല്ലാം ദൈവം പരിപാലിക്കുന്നുണ്ടെന്നായിരുന്നു. പക്ഷേ അന്ന് അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. കാരണം തകർച്ചയിലൂടെ കടന്നുപോയപ്പോൾ ഇവർ പറഞ്ഞു തന്നു, നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുള്ള കുടുംബമാണ് പ്രിയമുള്ളവരെ. നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു. നിങ്ങൾക്കറിയാം, കൈതക്കുളം എന്നാണ് എൻ്റെ വീട്ടുപേര്. പേരുകെട്ട ഒരു കുടുംബം. അതായത് ചെമ്പുകടവ് പള്ളിയുടെ തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 8 ഏക്കർ സ്ഥലം, അല്ലാതെ വേറെ കുറെ സ്ഥലങ്ങള്, അങ്ങനെ ബസ്, അതുപോലെ ഇഞ്ചിക്കൃഷി, ആട് ഫാം, അങ്ങനെ സാമ്പത്തികമായ നല്ല നിലയിൽ നിൽക്കുന്ന സമയത്താണ് തകർച്ചകൾ കടന്നു വരിക പ്രിയമുള്ളവരെ. ആ തകർച്ചകൾ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് ഈ വിൽസൺ ചേട്ടനും അതുപോലെ ഒത്തിരി മക്കളുണ്ട് പ്രിയമുള്ളവരെ. തകർന്ന നിമിഷങ്ങളിൽ ആത്മഹത്യയിലേക്ക് വരെ ചാടിപ്പോയ നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിലെല്ലാം ദൈവം പരിപാലിക്കുന്നുണ്ടായിരുന്നു പ്രിയമുള്ളവരെ. കാരണം നമുക്കറിയാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുമ്പോഴത്തെ അവസ്ഥ. 4 ബസ് ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത്. പ്രാർത്ഥിച്ച് സന്ദേശമെടുത്ത് അതായത് നെല്ലിപ്പോയിൽ ഇടവകയിലുള്ള കണിയാങ്കുന്ന് തൊമ്മച്ചേട്ടൻ മരിച്ചുപോയി. ആ പുള്ളിയായിരുന്നു ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് സന്ദേശം നൽകിക്കൊണ്ടിരുന്നത്. ആ മകന്റെ അടുത്ത് പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ. അത് തകർന്നു പോയപ്പോൾ ആ മനുഷ്യനെ ഞാൻ കുറ്റം പറഞ്ഞു. കാരണം തകർച്ച അനുഗ്രഹമായി മാറി. കാരണം ആ മനുഷ്യന്റെ കൂടെ ആ വണ്ടി എടുക്കുവാന്, ആടുപാമ്പ് തുടങ്ങുവാന് അതെല്ലാം തകർന്നപ്പോൾ എന്റെ ഈശോയെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചു പ്രിയമുള്ളവരെ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സ്നേഹം, ദൈവസ്നേഹം എത്ര കോടി രൂപ കൊടുത്താൽ മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രിയമുള്ളവരെ. കാരണം അതുപോലെ ദൈവ അനുഭവങ്ങളിലൂടെ ഏതാണ്ട് 10 വർഷക്കാലം ദൈവം എന്നെ കൊണ്ടു നടന്നു. തകർച്ചയിലൂടെ പോയിട്ട് വീണ്ടും പ്രിയമുള്ളവരെ, പണം വേണമെങ്കിൽ എനിക്ക് എത്ര രൂപ വേണമെങ്കിലും ഉണ്ടാക്കാം. പണമല്ല പ്രിയമുള്ളവരെ, എന്റെ ജീവിതം ഞാൻ എന്റെ ഈശോയെ കണ്ടെത്തി. ഇത് പറയാൻ കാരണം, നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ തകർച്ചകൾ ഉണ്ടാകാം പ്രിയമുള്ളവരെ, രോഗങ്ങൾ ഉണ്ടാകാം. ദൈവത്തിലേക്ക് നമ്മൾ അടുക്കണം. കാരണം തിരുവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കാൻ പഠിക്കണം. ആരോട് ചോദിക്കണം? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു ഈശോയോട് നമുക്കുണ്ട് പ്രിയമുള്ളവരെ. 2015 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കുരിശിൽ മരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ആ ഈശോ ഇന്നും നമ്മുടെ കൂടെയുണ്ട് പ്രിയമുള്ളവരെ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു നല്ല തമ്പുരാനാണ് നമ്മുടെ തമ്പുരാൻ പ്രിയമുള്ളവരെ. ഏത് കാര്യമായിക്കൊള്ളട്ടെ വിളിക്കണം. അതെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനം, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാന്, ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ മറ്റു പല മാർഗങ്ങളിലൂടെ ഓടുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവക പള്ളിയില്, ദേവാലയത്തില് ബലിയർപ്പിക്കുന്ന ആ ബലിയിൽ പോയി പങ്കെടുക്കുവാൻ എത്ര പേർക്ക് സാധിക്കുന്നു പ്രിയമുള്ളവരെ? ആ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്താല് ഈശോ തരുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണെന്ന് അനുഭവിച്ചറിയണം പ്രിയമുള്ളവരെ. ഈ ഒരു 10 വർഷക്കാലം ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം എത്രയോ വലുതാണെന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചു തരികയാണ് പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞു, ഞാൻ തകർച്ചയിലൂടെ കടന്നുപോയി പ്രിയമുള്ളവരെ. ക്യാൻസർ രോഗത്തിന്റെ അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 65ഓളം ദിവസങ്ങള് ഭക്ഷണം കഴിക്കാൻ മേലാതെ ബ്ലഡ് ഛർദ്ദിച്ച ഒരു നിമിഷങ്ങളിലൂടെ കടന്നുപോയി പ്രിയമുള്ളവരെ. തകർന്നു. എനിക്ക് മനസ്സിലായി ക്യാൻസർ രോഗമായി. ഡോക്ടർമാര് നെല്ലിപ്പോയില് ഞങ്ങളുടെ ഒരു കുടുംബ ഡോക്ടറാണ് പ്രഭാകരൻ എന്ന് പറയുന്ന ആ ഡോക്ടറുടെ അടുത്ത് പോയി കാര്യങ്ങൾ പങ്കുവെച്ചു. വർഷങ്ങൾക്ക് മുമ്പ് 1989 നവംബർ മാസം 26-ാം തീയതി ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് എന്റെ ചാച്ചന് ക്യാൻസറായി ഞങ്ങള് തൃശ്ശൂർ അമല ആശുപത്രിയിൽ കിടന്നു. അങ്ങനെ ചാച്ചനെ കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. പ്രിയമുള്ളവരെ, കാല് മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാര് വിധി എഴുതി. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായത്തിലാണ് തൃശ്ശൂർ അമല ആശുപത്രിയിൽ ഞാൻ ആ ബെഞ്ചായി പോയിരിക്കുക. അങ്ങനെ ചാച്ചനും അമ്മച്ചിയും മൂത്ത ചേട്ടനും കൂടി ഡോക്ടറെ കണ്ടു.
ഡോക്ടർ പറഞ്ഞു കാല് മുറിച്ചു കളഞ്ഞാലും 6 മാസമേ ചാച്ചൻ ജീവിച്ചിരിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, എന്നാൽ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഒരു സിസ്റ്റർ, പ്രിയമുള്ളവരെ, ഒരു വചനോത്സവം മാസിയുമായി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ പോയി ഒരു ധ്യാനം കൂട്. ദൈവത്തിന്റെ ഹിതം ചാച്ചന്റെ കാല് മുറിക്കുകയാണെങ്കിൽ മുറിക്കട്ടെ. മോൻ പോയി ഒരു ധ്യാനം കൂട്, ദൈവം മോനെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഏതാണ്ട് 1989 നവംബർ മാസം 26-ാം തീയതിയാണ് ഈ സംഭവം. ഇന്നും ആ ഡേറ്റ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. പക്ഷേ ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, ധ്യാനത്തിന് മാത്രം എനിക്ക് പറ്റില്ല. കാരണം അത് പറയാൻ കാരണം പ്രിയമുള്ളവരെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇടവക ചെമ്പുകടവ് ഇടവകയിൽ പെട്ട ധ്യാനം കൂടി കുറച്ചു പേരൊക്കെ ഒരു മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് എൻ്റെ അറിവിൽ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കൊച്ചു പ്രായത്തിൽ ചിന്തിച്ചു പോയതാ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ധ്യാനത്തിന് പോകുകയല്ല. സിസ്റ്റർ വീണ്ടും നിർബന്ധിച്ചു. ഞാൻ എന്നോട് പറഞ്ഞു, മോനെ, ഈ വചനോത്സവ മാസിക വായിക്ക്. പ്രിയമുള്ളവരെ, ചാച്ചനെ അമ്മച്ചിയും ചേട്ടനും കൂടി ഇറങ്ങി വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു മാസിക. എന്നോട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സിസ്റ്റർ കൊണ്ടു തന്നതാ. ആ സിസ്റ്ററിനെ പിന്നെ നോക്കിയിട്ട് കണ്ടില്ല. ചേട്ടൻ പറഞ്ഞു, മോനെ റോയി, നീ പോയി ധ്യാനം കൂടുക ആശുപത്രി. ഞാൻ പറഞ്ഞു, ഞാൻ ആ ചാച്ചൻ്റെ അടുത്ത് നിന്നോളാം, ചേട്ടൻ പോയി ധ്യാനം കുടിക്കൂ. പ്രിയമുള്ളവരെ, എനിക്ക് പേടിയായിരുന്നു. കാരണം ഏറ്റവും അവസാനം ചേട്ടൻ തന്നെ എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവിട്ടു. ഒരു ഓലഷട്ടാണ്. ഒരു 428 പേര് പങ്കെടുക്കുന്ന ധ്യാനത്തിൽ. പ്രിയമുള്ളവരെ, നായിക്കൻ്റെ അച്ഛൻ്റെ ക്ലാസ്, പനിക്കലച്ഛൻ്റെ ക്ലാസ്. പനിക്കലച്ഛൻ ആദ്യത്തെ ക്ലാസ്സിൽ പങ്കുവെച്ചു. ജോസഫിനെ തൊടുന്നു. ഞാൻ മനസ്സിൽ ഏറ്റവും മുന്നിലാണ് എന്നെ കൊണ്ട് ഇരുത്തിയേക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി, ജോസഫിനെ മിക്കവാറും തൊടും. എൻ്റെ ആ പ്രായത്തിലുള്ള ചിന്തയായിരുന്നു പ്രിയമുള്ളവരെ. വീണ്ടും നായിക്കൻ വീണ്ടും പറയുകയാണ്, പനിക്കലച്ചൻ വീണ്ടും പറയുകയാണ്, ഒരു ക്യാൻസർ രോഗമുള്ള ജോസഫിനെ തൊടുന്നു. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നത്തെ ദിവസത്തെ നായിക്കൻ അച്ഛൻ്റെ ക്ലാസ്സിൽ അച്ഛൻ പറയുന്നു, ജോസഫ് എന്ന സഹോദരനെ, ക്യാൻസറുള്ള ജോസഫിനെ ഈശോ തൊടുന്നു. തൃശ്ശൂർ അമ്മല ആശുപത്രിയിൽ കിടക്കുന്ന ജോസഫിനെ തൊടുന്നു. റോയി ഇവിടെ ധ്യാനം കൂടുന്നു. എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ആകെ പുറകോട്ടെല്ലാം തിരിഞ്ഞു നോക്കി. അന്നത്തെ നായിക്കൻ അച്ഛൻ്റെ കണ്ണുരുട്ടും ഇതെല്ലാം കണ്ട് ഞാൻ പേടിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു പ്രിയമുള്ളവരെ. അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, റോയി എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രിയമുള്ളവരെ സ്റ്റേജിലേക്ക് കയറി വരാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു, റോയി, നീ വിശ്വസിക്കുന്നുവോ? ഈ നിമിഷം നിന്റെ ചാച്ചൻ സുഖപ്പെടുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ബുധനാഴ്ചയായിരുന്നു കാല് മുറിക്കാൻ വേണ്ടി വെച്ചത്. പക്ഷേ ബുധനാഴ്ച ഡോക്ടർമാര് തിയേറ്ററിൽ കയറ്റുമ്പോൾ കാല് കരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീണ്ടും ധ്യാനം കഴിഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും അമല ആശുപത്രിയിൽ വന്നാൽ മതി. ധ്യാനം കഴിഞ്ഞു. ഞാൻ ഓടിയൊന്നു നോക്കുമ്പോൾ ചാച്ചന് ഒരു കുഴപ്പമില്ല, സുഖപ്പെട്ടു. അന്ന് ധ്യാനം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പിന്നത്തെ ആഴ്ച ചാച്ചൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കുടുംബസമേത അമ്മച്ചിയും മൂത്ത ചേട്ടനും പോയി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. പ്രിയമുള്ളവരെ, അങ്ങനെ 1989 നവംബർ 26-ാം തീയതിയാണ് ഞാൻ എൻ്റെ ഈശോയെ അനുഭവിച്ചറിഞ്ഞത്. പ്രിയമുള്ളവരെ, വീണ്ടും ഞങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ചപ്പും ചവറുകളും മാസികകള് വായിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു 4 മാസികയെങ്കിലും മനോരമ, മംഗളം, ആഴ്ചപ്പതിപ്പുകൾ വായിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യമേ ഇത് വായിച്ചു കഴിയണം. അങ്ങനെ ആ ധ്യാനത്തിലെ ഏറ്റവും ആദ്യമേ ആ ഒരു ധ്യാനം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും മാസികകള് നമ്മുടെ വീട്ടിൽ മേടിക്കാൻ പാടില്ല. ഞാൻ പേപ്പർ ഇടുന്നവരോട് പറഞ്ഞു, പേപ്പർ ഇടുന്നവർ 2 മാസികയാണ് ഞങ്ങളുടെ വീട്ടിലിടുക. ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ ഇടണ്ട. വീട്ടിലുള്ളവർ പറഞ്ഞു, പ്രിയമുള്ളവരെ, നീയല്ലേ ധ്യാനം കൂടിയുള്ളൂ, ബാക്കിയുള്ളവർ ധ്യാനം കൂടി വരട്ടെ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, ഇട്ടില്ല. പ്രിയമുള്ളവരെ, അന്ന് ഞാൻ ഒഴിവാക്കിയതാണ് ഈ ചപ്പും ചപ്പറും വായിക്കുന്ന സ്വഭാവം. എനിക്ക് ആ ധ്യാനത്തിൽ നിന്നും വിടുതൽ കിട്ടി. വീണ്ടും പ്രിയമുള്ളവരെ, അങ്ങനെ നല്ല ഒരു അനുഭവത്തില് എങ്ങനെ നേരം വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് 3 മണിയാകുമ്പോഴേ എഴുന്നേറ്റ് നിന്ന് ജപമാല ചെല്ലണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്നു. ദേവാലയത്തിൽ പോയി ബലിയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം അന്ന് എനിക്ക് കിട്ടി. വീട്ടിലുള്ളവർ പറയും, നീ ഒന്ന് കിടന്നുറങ്ങ്, എനിക്ക് എങ്ങനെയും ദേവാലയത്തിൽ പോയി ബലി അർപ്പണത്തിൽ പങ്കെടുക്കണം. അതിനുവേണ്ടി ഞാൻ എഴുന്നേറ്റ് നിൽക്കും, ജപമാല ചെല്ലും. ചിലപ്പോഴൊക്കെ 5 മണിയാകുമ്പോഴേ ഞാൻ എഴുന്നേറ്റ് നടന്ന്, പള്ളി തൊട്ടടുത്താണ്, എന്നാൽ പോലും പള്ളിയിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹം അന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു ആ ഒരു ധ്യാനത്തില്. വീണ്ടും പ്രിയമുള്ളവരെ, ഞാൻ
അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും പുറകിലെ ആനവാതിൽ എന്ന് പറയുന്ന ആ ചെമ്പോട് പള്ളിയിലെ ആനവാതിൽക്കലാണ് ഞാൻ എൻ്റെ ഇരിപ്പ് സീറ്റ്. അച്ഛൻ പറയും മുന്നോട്ട് കയറിയിരിക്കാൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും. പ്രിയമുള്ളവരെ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് അച്ഛൻ പറഞ്ഞു കഴിയുമ്പോൾ നേരെ വീണ്ടും എൻ്റെ ആ ആനവാതിലിന്റെ അവിടെ ചാരിയിരിക്കും. പ്രിയമുള്ളവരെ, ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ ദേവാലയത്തിലെ ഏറ്റവും ഫ്രണ്ടില് സീറ്റ് എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. എൻ്റെ ഈശോയെ ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ ബലി അർപ്പിക്കുമ്പോൾ ഇന്ന് പുതുപ്പാടി പള്ളിയില് പ്രിയമുള്ളവരെ ഏറ്റവും കുഞ്ഞു പിള്ളേരെക്കാൾ മുന്നിലാണ് എൻ്റെ സീറ്റ്. പ്രിയമുള്ളവരെ, ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ആ ദൈവത്തോട് എത്ര അടുത്തിരിക്കാമോ അത്രമാത്രം അടുത്തിരിക്കാനുള്ള കൃപ എനിക്ക് നൽകി. പ്രിയമുള്ളവരെ, അതും ആ ധ്യാനത്തിന് കിട്ടിയ ഒരു കൃപയാണ്. പ്രിയമുള്ളവരെ, പക്ഷേ ഒത്തിരിയേറെ അന്ന് മുതൽ പ്രാർത്ഥിച്ച് എന്ത് കാര്യവും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ബസ് എടുക്കണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ ബസ് എടുത്തു. എല്ലാ ജീവനക്കാരെയും പ്രാർത്ഥിച്ച് വെക്കുന്നു. പ്രിയമുള്ളവരെ, എന്തൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബസ് തകർച്ചയിലേക്ക് പോവുക. ലക്ഷം കണക്കിന് രൂപ കടബാധ്യതയാകുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും അതെങ്ങനെ കഴിച്ചിലാക്കാമെന്ന് കരുതി ആടുഭാവ് നടങ്ങി. പ്രിയമുള്ളവരെ, 350 ആടുകള്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് പറയും, 1 കിലോ ആട്ടിറച്ചി തിന്നാൻ ഭാഗ്യമില്ലാത്തൊരവസ്ഥ വന്നു. 350 ആടിനെ വിൽക്കാനായ ഗൾഫിലേക്ക് കയറ്റി അയക്കുവാൻ അന്ന് ഓർഡർ ഞങ്ങൾക്ക് കിട്ടി. 650 ഫാം ഞങ്ങൾ പണിതു. പക്ഷേ ഒരു നിമിഷം കൊണ്ട്, ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഈ 350 ആടുകളും ചത്തുപോയി. ഞാൻ അന്ന് ചോദിച്ചു, എൻ്റെ ഈശോയെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എൻ്റെ ഈശോയെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇൻഷുർ ചെയ്തു, എല്ലാ ആടുകളെയും ഇൻഷുർ ചെയ്തു. ആ പൈസ ഇന്നും ഞങ്ങളുടെ വീട്ടില് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ ചെവിയിലിട്ടിരിക്കുന്ന ആ ഇൻഷുറിന്റെ തട്. പ്രിയമുള്ളവരെ, പക്ഷേ ഇൻഷുർ പൈസ കിട്ടിയില്ല. അങ്ങനെ കടബാധ്യതകളായി കാണുന്നവരുടെ എല്ലാം പൈസ കടം വാങ്ങാൻ തുടങ്ങി. പലിശയ്ക്ക് പൈസ വാങ്ങി. പ്രിയമുള്ളവരെ, 10 രൂപ വരെ പലിശ, ലക്ഷം കണക്കിന് പലിശ വാങ്ങി ഓരോരുത്തർക്കും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കണക്കെണിയിലായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വിൽസൺ ചേട്ടന്റെ അടുത്ത് ശാലോമിൽ ചെല്ലാൻ ഇടയായത്. എല്ലാ ശനിയാഴ്ചകളിലും 1 ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ പോയി ബെന്നി സാർ ഒന്ന് തലയെ കൈവച്ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് കരുതി ഞാൻ ബെന്നി സാറിന്റെ അടുത്ത് ചെല്ലും. എന്റെ ആഗ്രഹം അതാണ്, ബെന്നി സാർ തലയെ കൈവച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ ബെന്നി സാർ എന്റെ തലയെ കൈവയ്ക്കുകയില്ല. പ്രിയമുള്ളവരെ, ബാക്കി എല്ലാവരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് വിൽസൺ ചേട്ടൻ എന്നെ കൊണ്ടിട്ട് ചോദിച്ചു, മോനെ നിന്റെ പേര് റോയി എന്നല്ലേ? അങ്ങനെ അന്ന് മുതൽ വിൽസൺ ചേട്ടനുമായി ബന്ധമായി. പ്രിയമുള്ളവരെ, അങ്ങനെ വിൽസൺ ചേട്ടൻ പ്രാർത്ഥിച്ചു, കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങള് വിൽസൺ ചേട്ടനുമായി പ്രാർത്ഥനയിൽ ഒരുമയോടെ നിൽക്കാൻ തുടങ്ങി. പക്ഷെ തകർച്ചകൾ അന്നും ഉണ്ട്. പ്രിയമുള്ളവരെ, തകർന്നുകൊണ്ടിരുന്നു. ഇഷ്ടം പോലെ കടബാധ്യതകള്, സ്ഥലം വിറ്റിട്ട് പോലും കടം വീടാത്തൊരവസ്ഥകളിലൂടെ കടന്നുപോയി. ഇഞ്ചി കൃഷിക്ക് പോയി. അവിടെയും പ്രിയമുള്ളവരെ, ഇഞ്ചിക്ക് വിലയില്ലാതായി. തകർന്നു. വീടെടുത്തു. വീടിന്റെ പണം കൊടുക്കുവാൻ സാധിക്കാതെ കൊടുത്ത പണം പോയ നിമിഷങ്ങളില് അവിടെയെല്ലാം ദൈവം പരിപാലിക്കുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പക്ഷേ ഇന്നിപ്പോൾ ചാച്ചനും അമ്മച്ചി മരിച്ചുപോയി. പ്രിയമുള്ളവരെ, അമ്മച്ചി ഒരു 100 രൂപ എടുത്തു തന്നിട്ട് വിഷം മേടിച്ച് കഴിക്കാനാന്ന് പറഞ്ഞ് എൻ്റെ അമ്മച്ചി എൻ്റെ കയ്യിൽ തന്നു. പ്രിയമുള്ളവരെ, കാരണം കടബാധ്യത, അത്രമാത്രം കടബാധ്യതയിലൂടെയാണ് കടന്നുപോയത്. ഇന്ന് എനിക്കറിയാം എൻ്റെ അമ്മച്ചി സ്വർഗത്തിലിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി മദ്യസം വഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹങ്ങൾ ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അന്ന് അമ്മച്ചിക്ക് തന്ന പൈസയും കൊണ്ട് പോയി ശാലോമിലേക്കാണ് പോയത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ അന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു. ആ ടിക്കറ്റിന് കൊടുക്കേണ്ട ഒരു 75,000 രൂപ ലോട്ടറി അടിച്ചു കിട്ടുന്നു. അത് പലിശക്കാർക്ക് കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഒത്തിരിയേറെ തകർച്ചയിലൂടെ കടന്നുപോയി. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചുവെന്ന് പലരും ചിന്തിക്കാനുണ്ട്. കാരണം ദൈവം സ്നേഹിക്കുന്നു. ഈ തകർച്ചയിലൂടെ നമ്മുടെ നായിക്കുന്ന അച്ഛൻ പറയും, തകർച്ചകളെ ഓർത്ത് സ്തുതിക്കാൻ. പ്രിയമുള്ളവരെ, ഈ തകർച്ചകൾ അനുഗ്രഹമായി മാറും. നമ്മൾ ഓർക്കുക പ്രിയമുള്ളവരെ, എന്ത് തകർച്ചയായിക്കോട്ടെ, ഒരു പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് ഈ തകർച്ചകളോടെയാകാം. അത് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എനിക്ക് ക്യാൻസർ രോഗമായി അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നു. ബ്ലഡ് ഛർദ്ദിക്കുന്നു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ മേലാത്ത അവസ്ഥ. അങ്ങനെ നെല്ലിപ്പോയില്ല. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ
ചാച്ചനെ സുഖപ്പെടുത്തിയ ഈശോ ഇന്നുമുണ്ട്. ഞാൻ പോയി ധ്യാനം കഴിഞ്ഞിട്ട് വന്നിട്ടേ ചികിത്സിക്കാൻ പോകുന്നുള്ളൂ. പ്രിയമുള്ളവരെ, 2006 മാർച്ച് മാസം 18-ാം തീയതിയാണ് ഞാൻ ക്യാൻസർ രോഗമായി അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ കിടന്നു ചെല്ലുക. ഞാൻ അവിടെ വീണ് എൻ്റെ കൈയുടെ കുഴ തെന്നിപ്പോയി. വെച്ച് കെട്ടിയതായിട്ടാണ് ഈ ജീവൻ ടിവിയിലൊക്കെ അത് ഒത്തിരിയേറെ പ്രാവശ്യങ്ങൾ അനുഭവ സാക്ഷ്യം വെച്ചിട്ട് കാണാൻ തട്ടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അന്ന് ഒരു വയനാട്ടിലുള്ള ഒരു കൊച്ചച്ഛനാണ് എൻ്റെ തൊട്ടടുത്തിരുന്നത്. ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, റോയി, ഈശോ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഇത് എനിക്ക് ഒത്തിരിയേറെ ദൈവ അനുഭവമായിരിക്കും. എൻ്റെ പുറം തിരുമ്മി തരുന്നത് അച്ഛനായിരുന്നു. ബ്ലഡാണ് ഛർദ്ദിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന്, പുതുപ്പാടി ഇടവകയിൽ നിന്നുള്ള ആൾക്കാർ വട്ടാലച്ഛനോട് പറഞ്ഞു, റോയിയെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. അന്ന് സുനിത സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്ററാണ് എന്നെ കമ്മ്യൂണിസ്റ്റ് നടത്തിയത്. പ്രിയമുള്ളവരെ, അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ പോയവർക്കറിയാം, തിരുരക്തത്തിന്റെ ക്ലാസ്സാണ് ആ സിസ്റ്റർ എടുക്കുക. ആ സിസ്റ്റർ ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം എന്നെ കൗൺസിലിംഗ് നടത്തി. എന്നോട് പറഞ്ഞു, ഈശോ സൗഖ്യം തരുന്നു, ഇനിയും റോയ്ക്ക് ധൈര്യമായി ഭക്ഷണം കഴിക്കാം. സിസ്റ്റർ തന്നെ ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുവരുന്നു, കുടിച്ചു. അന്നേരം ഛർദ്ദിക്കുന്നു. ബ്ലഡ് ഛർദ്ദിച്ച് ഈ സിസ്റ്ററിന്റെ മേത്തേക്ക് ബ്ലഡ് ഛർദ്ദിക്കുന്ന അവസ്ഥ. സിസ്റ്റർ ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു, എന്നെ പിടിച്ചു കൊണ്ടുപോയി ആ ധ്യാന കേന്ദ്രത്തിന്റെ മുന്നിലത്തെ സീറ്റിൽ ഇരുത്തി. പ്രിയമുള്ളവരെ, അങ്ങനെ ബുധനാഴ്ച ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതും ഛർദ്ദിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, റോയിയുടെ കാര്യം പോയത് തന്നെ നമുക്ക് വീട്ടിലേക്ക് എങ്ങനെ വിളിച്ചു പറയാം. അങ്ങനെ വ്യാഴാഴ്ചയായി. പ്രിയമുള്ളവരെ, വ്യാഴാഴ്ച ദിവസം ആരാധന കഴിഞ്ഞു. വിശുദ്ധ കുർബാനയില് വട്ടാലച്ചൻ ഫ്രണ്ടില് വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളില് ഞാനൊരു സ്വരം കേൾക്കുകയാണ്, ധൈര്യമായി എഴുന്നേറ്റ് പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന പോയി സ്വീകരിക്കാനായിട്ട് ഞാൻ എഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഞാൻ ഓക്കാനിക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ അവിടെ വന്നിരുന്നു. വട്ടാലച്ചൻ അവിടെ തന്നെ നിന്നു. വീണ്ടും വിശുദ്ധ കുർബാന ഞാൻ എഴുന്നേറ്റു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, അന്ന് എനിക്ക് രോഗസൗഖ്യം കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീണ്ടും വട്ടാലച്ചൻ പറഞ്ഞു, ഒരു ദിവസം അവിടെ നിൽക്കാം. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് വീണ്ടും അച്ഛൻ വൈകുന്നേരം എന്നെ തലേ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, റോയി എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് ഇവിടെ വചനം കേൾക്കണം. അങ്ങനെ അച്ഛൻ എന്നെ പറഞ്ഞയച്ചു. ഞാൻ വീട്ടിൽ വന്നു. വീണ്ടും ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇടവകയിൽ നിന്നും വണ്ടിക്ക് ആൾക്കാരെ അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അങ്ങനെ ആ ധ്യാന കേന്ദ്രത്തിന്റെ 9-ാം വാർഷികമായിരുന്നു 2006 ഏപ്രിൽ മാസം 27-ാം തീയതി. അങ്ങനെ അന്ന് പോയി അതിനെല്ലാം പങ്കെടുത്തു. അവിടെ പോയവർക്കറിയാം, അവിടെ ഒരു മരിയൻ കൂടാരമുണ്ട്. അവിടെ കയറി ചെല്ലുന്ന ഒരു മരിയൻ കൂടാരത്തിന്റെ സൈഡില് ഒരു 75ഓളം അമ്മച്ചിമാരിൽ നിന്ന് ജപമാല ചെല്ലുന്നു. അവിടെ ഈ അമ്മച്ചിമാരുടെ കൂടെ അവിടെ മുട്ടുമേൽ നിന്നു. പ്രിയമുള്ളവരെ, മുട്ടുമേൽ നിന്നുവിട്ട് ഞാൻ ഇവര് സ്വകാര്യമായാണ് ചെല്ലുക. ഞാൻ ദുഃഖത്തിന്റെ രഹസ്യം ചെല്ലാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ദുഃഖത്തിന്റെ രഹസ്യം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ രഹസ്യം ചൊല്ലി, രണ്ടാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ വലതുവശത്തെ അമ്മച്ചിയുടെ സൈഡിൽ കൂടെ മാതാവ് നടന്നു വരുന്നു. എങ്ങനെയാണോ സൂര്യനിലേക്ക് നോക്കുക, അത്രമാത്രം പ്രകാശത്തോടുകൂടി പരിശുദ്ധമ്മ നടന്നു വരുന്നു. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല പ്രിയമുള്ളവരെ. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നവീകരണത്തിലേക്ക് കടന്നു വന്നു. അമ്മയൊന്ന് കാണണമെന്ന് വർഷങ്ങളായി ഞാൻ ആഗ്രഹിക്കുക. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞു, ഇത് നമുക്കൊന്നും പറഞ്ഞതല്ല. എത്രയോ പരിശുദ്ധമായി വിശുദ്ധിയോടെ ജീവിക്കുന്ന മക്കൾക്ക് പറഞ്ഞതാണ് പരിശുദ്ധമ്മ അടുത്ത് വന്ന് നിൽക്കുവാന്. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മ ഞാൻ പതുക്കെ പുറകോട്ട് മാറിക്കൊടുത്തു. അമ്മ കടന്നു പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതി ഞാൻ മാറിക്കൊടുത്ത ഒരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, പേടിച്ചിട്ട്. പക്ഷെ പരിശുദ്ധമ്മ കൃത്യം എന്റെ മുന്നിൽ വന്നു നിന്നു. അമ്മ വന്നു നിന്നിട്ട് സൂര്യനിലേക്ക് എങ്ങനെ നോക്കുന്നുവോ അത്രമാത്രം പ്രകാശമായിട്ടാണ് അമ്മ വന്ന് നിന്നത്. പ്രിയമുള്ളവരെ, പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ പ്രിയമുള്ളവരെ, അമ്മ നിന്നിട്ട് 4 കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത് അന്ന്. പ്രിയമുള്ളവരെ, അമ്മ പറഞ്ഞ 4 സന്ദേശങ്ങൾ ഇതായിരുന്നു. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് എവിടെയാണ് കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ എത്രയുണ്ട്? പ്രിയമുള്ളവരെ, എന്ത് പ്രശ്നം വന്നാലും കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമില്ല. മറ്റ് പലതിനും നമുക്ക് സമയമുണ്ട്. പക്ഷേ അമ്മ 2006 അമ്മ പറയുകയാണ്,
കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ സന്ദേശം ഇതായിരുന്നു. രണ്ടാമത്തെ സന്ദേശം ഇതായിരുന്നു, കുടുംബ ഭക്തിയോടുകൂടി ബലിയർപ്പണത്തിൽ പങ്കെടുക്കുക. പ്രിയമുള്ളവരെ, ഭക്തി എവിടെയുണ്ട് ഇന്ന്? ബലിയർപ്പണത്തിൽ എവിടെയുണ്ട് ഭക്തി? ഇന്ന് നമ്മൾ ദേവാലയത്തിൽ ചെല്ലുവാണെങ്കിൽ കാണാം, 4 മൂലയ്ക്ക് കുറച്ച് ആൾക്കാരുണ്ടാകാം. നമ്മുടെ മക്കളെ പോലും നമ്മൾ ദേവാലയത്തിൽ ബലിയർപ്പണത്തിലേക്ക് നമ്മൾ പറഞ്ഞു വിടാറുണ്ടോ? അഥവാ നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ബലിയിൽ പങ്കെടുക്കുന്നവരല്ലേ നമ്മൾ? പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ എത്ര മക്കളുണ്ട് ബലിയിൽ പങ്കെടുക്കുന്നവര് ഭക്തിയോടുകൂടി? വീണ്ടും അമ്മ പറഞ്ഞു, യുവജനങ്ങൾ പാപവഴി ഉപേക്ഷിച്ച് ഈശോയിലേക്ക് തിരിയുക. അതായിരുന്നു മൂന്നാമത്തെ സന്ദേശം. പ്രിയമുള്ളവരെ, ഇന്ന് യുവജനങ്ങൾ എവിടെയാണ് നിൽക്കുക? എന്റെയും നമ്മുടെയും ഭവനങ്ങളിലുള്ള യുവജനങ്ങൾ എവിടെ? പാപത്തിന്റെ പിടിയിലാണ് നമ്മുടെ യുവജനങ്ങള്. പ്രിയമുള്ളവരെ, ഓർക്കണം, നമ്മൾ അത്രമാത്രം പാപത്തിൽ പിടിക്കപ്പെട്ടു. ഇന്നവര് ഓരോ ദിവസവും പേപ്പർ വരുമ്പോഴേ, പ്രഭാതത്തിൽ വരുന്ന പേപ്പറിൽ യുവജനങ്ങളെ കുറിച്ച് പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, അത്രമാത്രം സാത്താൻ യുവജനങ്ങളെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാന്. വീണ്ടും നാലാമത്തെ സന്ദേശം ഇതായിരുന്നു, 2015 ആകുമ്പോഴേക്കും ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാന്. അന്ന് ഈ സന്ദേശം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കളിയാക്കി, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടു 2014 ആയപ്പോഴേക്കും ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, പലയിടത്തും പ്രശ്നങ്ങൾ. ഇന്നും നമുക്കറിയാം എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇന്ന് പലരും ആ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാനാണ് അമ്മ പറഞ്ഞത്, അല്ലാതെ ലോക യുദ്ധം നടക്കുന്നതല്ല പറഞ്ഞത്. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. ഈ 4 സന്ദേശം പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു വെട്ടിത്തിളങ്ങുന്ന ഒരു ജപമാല എൻ്റെ കയ്യിലേക്ക് തന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആകെ തളർന്നു പോയി. എനിക്ക് സംസാരിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. എന്നെ പെട്ടെന്ന് ഈ വലതുവശത്തിരിക്കുന്ന അമ്മച്ചി എന്നെ പിടിച്ചു കുലുക്കി. എൻ്റെ കയ്യിൽ 2 ജപമാല, കഴുത്തിൽ കിടന്ന ഒരു കറുത്ത ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, അമ്മ തന്ന വെളുത്ത ജപമാല. ഈ അമ്മച്ചി പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ മുറുകെ പിടിച്ചു. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചി പോയി സുനിത സിസ്റ്ററിനെ വിളിച്ചോണ്ട് വന്നു, വട്ടാലാച്ചനെ വിളിച്ചോണ്ട് വന്നു, എന്നെ കൂട്ടിക്കൊണ്ട് ചാപ്പലിൽ പോയി. ഈ പറഞ്ഞ 4 സന്ദേശങ്ങളും മറിച്ചും തിരിച്ചും വട്ടാലാച്ചൻ ചോദിച്ചു. ഈ സന്ദേശങ്ങൾ പറഞ്ഞു. അച്ഛൻ ഈ ജപമാല മേടിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഇതൊരു അത്ഭുത ജപമാലയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു അത്ഭുത ജപമാലയാണ്. ഈ സുനിത സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഏതാണ്ട് 1.5 വർഷമായി. ഈ സിസ്റ്ററിന്റെ കാലിന് നീരായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, ഇത് പരിശുദ്ധ അമ്മ നൽകിയതാണെങ്കിൽ റോയി, ഇതിന് രോഗസൗഖ്യമുണ്ട്, എന്റെ കയ്യിലേക്ക് അതൊന്നും തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഈ സിസ്റ്ററിന്റെ കയ്യിലേക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, ആ ജപമാല അന്ന് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ആദ്യത്തെ രോഗസൗഖ്യം കിട്ടുന്നത് അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിലെ സുനിത സിസ്റ്ററിനാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഈ സിസ്റ്റർ തന്നെ ഞങ്ങളുടെ പുതുപ്പാടി പള്ളിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. വീണ്ടും പ്രിയമുള്ളവരെ, ഈ ജപമാല കിട്ടിയെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര സന്തോഷമായി. കിടന്നു വന്നു. എനിക്ക് എത്ര ജപമാല ചെല്ലണമെന്നുള്ള ആഗ്രഹമായി. വീട്ടിൽ വന്നിട്ട് എനിക്ക് ആരോടും സംസാരിക്കണ്ട, എനിക്ക് എവിടെ പോയിട്ട് വന്നാലും എൻ്റെ റൂമിൽ കയറുക, ജപമാല ചെല്ലുക. എനിക്ക് തോന്നുന്നു ഞാനത് ആ ദിവസങ്ങളിൽ, ആ ജപമാല കിട്ടിയ സമയങ്ങളിൽ ഒരു 48ഓളം ജപമാലകൾ ചൊല്ലി ഞാൻ കാഴ്ചവെച്ചു. അതിൻ്റെ ശക്തിയാകാം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, പതുക്കെ വീട്ടിലുള്ളവരെല്ലാവരും ജപമാല ചെല്ലാൻ എൻ്റെ കൂടാൻ തുടങ്ങി. മുട്ടുമേൽ നിന്ന് ജപമാല ചൊല്ലി രാത്രിയിലെ യാമങ്ങളിൽ 2 മണി വരെ ജപമാല ചൊല്ലിയ ദിവസങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അതെനിക്ക് ജപമാല, ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും കണ്ടാൽ അവിടെ കയറി ഞാൻ ജപമാല ചെല്ലാൻ കൂടിക്കൊടുക്കും. അത്രമാത്രം പരിശുദ്ധ അമ്മയോടും ഈശോയോടും സ്നേഹം അനുഭവിച്ചറിയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ ഒരു സന്ദേശം നൽകുന്നത്, ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഇടാന്. എനിക്കൊരു മനുഷ്യന്റെ മുന്നിൽ ഒരു സ്വർഗസ്വനായ പിതാവ് ചെല്ലാൻ പറ്റിയല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതായത് അത്രമാത്രം പേടി, അത്രമാത്രം ഭയമുള്ള ഒരു വ്യക്തി. ഞാൻ ഈശോയോട് പറഞ്ഞു, കൂട്ടായ്മയൊന്നും ഇടുന്ന പരിപാടിയില്ല, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചോളാം, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ഒരു കൂട്ടായ്മ നയിക്കാനോ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഇടാനോ എനിക്ക് സാധിക്കില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈശോ വീണ്ടും വിടാൻ പറഞ്ഞു, സമയം നൽകി. ഞാൻ ഈശോയോട് ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ ആരോടും പറയല, എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പ്രാർത്ഥനയിടും, ആരോടും പറയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ
ദിവസം നൽകി, സമയം തന്നു. ആ സമയങ്ങളിൽ ആദ്യത്തെ കൂട്ടായ്മയിൽ 4 പേര്. പ്രിയമുള്ളവരെ, ആദ്യത്തെ കൂട്ടായ്മയിൽ 4 പേര് പങ്കെടുത്തു. അതിലൊരു രോഗസൗഖ്യം കിട്ടുന്നു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കൂട്ടായ്മയായപ്പോഴേക്കും 28 പേര്. ക്യാൻസർ രോഗികള് പ്രാർത്ഥിച്ചു, ഈശോ സുഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അനേക ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചു. അവരെല്ലാം ഈശോ തൊട്ട് സുഖപ്പെടുത്താൻ സാധിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ കൂട്ടായ്മ വളരാൻ തുടങ്ങി. അനേക സംഭവങ്ങള്, അനേകർക്ക് രോഗസൗഖ്യങ്ങള്, മാനസിക രോഗികൾക്ക് വേണ്ടി ധ്യാനം നടത്താൻ തുടങ്ങി. അങ്ങനെ ഇന്ന് എത്രയോ മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈശോ സൗഖ്യം നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏത് രോഗമാണോ ഞാൻ ധൈര്യമായി പറയുന്നു, ദൈവം നൽകിയ തകർച്ചകളെ ഓർത്ത് നന്ദി പറഞ്ഞാല് ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകും. ഏത് രോഗപീഠയായിക്കൊള്ളട്ടെ, അത് ദൈവത്തിന് സാധിക്കും. നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ശാപമാണ്. ആർക്കെങ്കിലും രോഗം വന്നാൽ അത് ശാപമാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ശാപമല്ല. ഈശോയോട് ശിഷ്യന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്? ഇവന്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ ഇവൻ അന്ധനായി ജനിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ പ്രവൃത്തി പ്രകടമാകാൻ വേണ്ടിയാണ് ഇവൻ ഈ രോഗം വന്നത്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഇത് ശാപമല്ല. നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ട കാര്യത്തിന് വേണ്ടിയാകാം ഒരു പക്ഷേ നമുക്ക് രോഗം തന്നത്. നമ്മൾ ദൈവസ്നേഹം കൂടുതൽ അനുഭവിക്കുവാനുള്ള മക്കളായി മാറണം. വീണ്ടും പ്രിയമുള്ളവരെ, ഈശോയുടെ കൽപ്പനയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം തിരുവചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇന്ന് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുള്ള പ്രിയമുള്ളവരെ, ഇന്ന് ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടിയാണ് നിങ്ങളൊക്കെ ഇവിടെ കടന്നു വന്നത്. നമ്മൾ ഓർക്കുക, ദൈവസ്നേഹം നമ്മളിലുണ്ടോ? മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ചെറിയ ഒരു വാക്ക് തർക്കം മതി, പിന്നെ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകുക. എന്നാൽ ഞാൻ അവനോട് ക്ഷമിക്കുന്നെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? പ്രിയമുള്ളവരെ, ഈശോ നമ്മെ പഠിപ്പിച്ചു. കാൽവരി കുന്നില് അവൻ ബലിയാടായി മാറി. പ്രിയമുള്ളവരെ, നമുക്ക് അവിടെ നിന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇവർക്കറിയുന്നില്ല, ഇവരെന്താണ് ചെയ്തെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഒരു ഈശോയാണ് നമ്മുടെ ഈശോ. പ്രിയമുള്ളവരെ, അത്രമാത്രം വേദനിച്ച നിമിഷങ്ങളിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഓർക്കുക പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കണം. ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഒത്തിരിയേറെ ക്യാൻസർ രോഗികളുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു. എറണാകുളത്തുള്ള ഒരു സഹോദരി, പ്രിയമുള്ളവരെ, കോളേജ് ലെക്ചറാണ്. ആ മകൾക്ക് ക്യാൻസറായി. എല്ലാ ദിവസവും അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, അവരെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്, ഒരു പാപവഴിയിലും ജീവിച്ചവരല്ല, എല്ലാം കൃത്യമായി ചെയ്തവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ മകൾക്ക് ക്യാൻസർ രോഗം വന്നത്? എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവസ്നേഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ക്യാൻസർ രോഗം വന്നത്. ദൈവത്തെ കൂടുതൽ അറിയാൻ എനിക്ക് ഇനിയും കൂടുതൽ അറിയേണ്ട കാര്യമില്ല, എന്നെ ഇത് ശാപമായി മാറിയിരിക്കുന്നു എന്ന് ആ മകള് പങ്കുവെച്ചു. ഞങ്ങൾ കുറെ സമയം ഇരുന്ന് സംസാരിച്ചു. പ്രിയമുള്ളവരെ, ഇത് അനുഗ്രഹമാണ് എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ അവർക്ക് വിശ്വാസമായില്ല. പ്രാർത്ഥിച്ചു. ഏതാണ്ട് 85% ക്യാൻസർ രോഗം സൗഖ്യമായെന്ന് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നും ജീവിക്കുന്ന ദൈവം, നമ്മുടെ കൂടെയുണ്ട് ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഓർക്കുക, എന്ത് തകർച്ചകളായിക്കൊള്ളട്ടെ അതെല്ലാം ദൈവസന്നിധിയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമം യേശുനാമം. ആ നാമത്തിൽ സൗഖ്യമുണ്ട് പ്രിയമുള്ളവരെ. ആ നാമത്തിൽ വിടുതലുണ്ട്. ആ നാമത്തിൽ സമാധാനമുണ്ട്. ആ നാമത്തെയാണ് നമ്മൾ വിളിക്കുക. പ്രിയമുള്ളവരെ, ദൈവം ഇന്നും നമ്മളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ കല്ലാനോടുള്ള ഒരു കൊച്ച്, പ്രിയമുള്ളവരെ, ശരീരത്തിൽ നിന്നും ഈ നമ്മുടെ അച്ഛനൊക്കെ അറിയുന്ന ഒരു കൊച്ചാണ്. കല്ലറയ്ക്കലെ ജോർജ് ഏട്ടന്റെ കൊച്ച്. ശരീരത്തിൽ നിന്നും മാംസം പറഞ്ഞു പോകുന്ന ഒരു രോഗം. അവര് പോകാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത ആശുപത്രികളില്ല, പോകാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല. അങ്ങനെ അവര് ഈ കൊച്ചെങ്ങനെയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ഇരിക്കുന്ന സമയത്താണ് ഒരു സിസ്റ്റർ ഈ കൊച്ചിനെ അവന്റെ ചാച്ചന്റെ കയ്യിൽ എന്റെ നമ്പർ കൊടുക്കുന്നു. അവര് വിളിക്കുന്നു. അങ്ങനെ അവര് കൂട്ടായ്മയിൽ കിടന്നു വരുന്നു. ഞാൻ ഈ ജോർജ് ഏട്ടനോട് ചോദിച്ചു, ജോർജ് ഏട്ടാ,
ഈശോ സുഖപ്പെടുത്തുമെന്ന് ജോർജ് ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ജോർജ് ഏട്ടൻ ഒന്നും മിണ്ടിയില്ല. ജോർജ് ഏട്ടൻ കീഴോട്ട് കുനിഞ്ഞിരുന്നു. വീണ്ടും 2ഉം 3ഉം പ്രാവശ്യം ചോദിച്ചു. ജോർജ് ഏട്ടൻ ഒരു മറുപടി നൽകിയില്ല. പ്രിയമുള്ളവരെ, അത്രമാത്രം മാരകമായ ഒരു രോഗമായിരുന്നു. ശരീരത്തിൽ നിന്ന് മാംസം പറഞ്ഞു പോകുക, പഴുക്കുക. ആ അവസ്ഥയിലാണ് ആ കൊച്ചിനെയും കൊണ്ട് വന്നത്. ഞാൻ ഈ ജോർജ് ഏട്ടൻ്റെ കൊച്ചിന്റെ തലയിലേക്ക് കൈയൊന്ന് വെച്ചാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു തേനിന്റെ അട പിടിച്ച് പിഴിയുമ്പോൾ തേൻ ഒലിക്കുന്നത് പോലെ പഴുപ്പ് ഈ ചേട്ടന്റെ മേത്തുകൂടെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഉള്ളില് ഈശോയോട് ചോദിച്ചു, ഈശോയെ ഈ കൊച്ച് സുഖപ്പെടുമോ എന്ന് അന്ന് ഞാൻ ചോദിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്. ഏതാണ്ട് ഇന്ന് ആ കൊച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രിയമുള്ളവരെ, അന്ന് ഈശോ ആ കൊച്ചിനെ പ്രാർത്ഥിച്ചു. ഈശോ സൗഖ്യം നൽകി. പ്രിയമുള്ളവരെ, പരിപൂർണ്ണ സൗഖ്യം നൽകി. അന്ന് അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിനെ 1ാം ക്ലാസ്സിൽ ചേർക്കുക. ഇന്ന് 7ാം ക്ലാസ്സിൽ കൊച്ച് പഠിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് പറയാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. പക്ഷേ ഈ കൊച്ചിന്റെ ആങ്ങള ഗൾഫിലാണ്. ഇന്ന് മൂവാറ്റുപുഴ 12 വയസ്സുള്ള ഒരു കൊച്ച് നെറ്റിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇതേപോലെയുള്ള ഒരു കൊച്ചിന് രോഗാവസ്ഥ. ഈ ജോർജിയുടെ കൊച്ച് ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്ന പോലെ ഒരു കൊച്ച്, നമ്മുടെ കുഞ്ഞുവാവയെ പോലെ തന്നെ രോഗമുള്ള 12 വയസ്സുള്ള മൂവാറ്റുപുഴയിൽ ഇങ്ങനെ ഒരു രോഗമുള്ള ഒരു കൊച്ചുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം. ഞങ്ങള് അവരുടെ നമ്പർ എടുത്തു, അവർക്ക് വേണ്ടി വിളിച്ചു. പ്രിയമുള്ളവരെ, കണ്ടിട്ട് എല്ലാവരും പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയാണ്. ശരീരത്തിൽ നിന്ന് മാംസം പറഞ്ഞു പോകുന്ന അവസ്ഥ. 12 വയസ്സേ ഉള്ളു. പ്രിയമുള്ളവരെ, അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഉപവാസമെടുക്കെ എടുത്ത് ഞങ്ങൾ ഒരു ടീമായി ഏതാണ്ട് 8ഓളം മക്കള് ഈ മൂവാറ്റുപുഴയിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്നു ചെന്നു. ഈ ആക്കറ്റുകാരാണ് അവര്. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല എന്ന് അവര് പറഞ്ഞു. ഒത്തിരി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഈശോ സൗഖ്യം നൽകിയില്ല. ഒത്തിരി ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു, സൗഖ്യം നൽകിയില്ല. അന്ന് ഞാൻ പറഞ്ഞു, വിളിക്കേണ്ട ദൈവത്തെ വിളിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൗഖ്യം കിട്ടാത്തത്. അവര് വിശ്വസിച്ചില്ല. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഈ രോഗാവസ്ഥ കണ്ടിട്ട് ഞങ്ങളുടെ കൂടെയുള്ള വണ്ടി ഡ്രൈവർ ബോധം കെട്ടി വീണു. ആ വീട്ടിൽ തന്നെ അത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയിലാണ് ഈ 12 വയസ്സുള്ള കൊച്ചിനെ തറയിൽ ഒരു പായലും കെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവർ കരുതി ഇത് ഒത്തിരിയേറെ പ്രാർത്ഥന ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ എന്ത് നടക്കാൻ സാധിക്കുന്നുവെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ ഈ കൊച്ചാണ് ഫോൺ എടുത്തത്. ചേട്ടായി, കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രിയമുള്ളവരെ, വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് കൊച്ചിന്റെ തള്ളവിരലിൽ മാത്രമേ ഇപ്പം പഴുപ്പുള്ളൂ. പ്രിയമുള്ളവരെ, കൊച്ചു സൗഖ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവസ്നേഹം അനുഭവിച്ച വ്യക്തികൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ആ ഗൾഫിൽ നിന്ന് ആ നെറ്റിനകത്തുകൂടെ ആ കൊച്ചിന്റെ ജോർജ് ഏട്ടന്റെ കൊച്ചിന്റെ രോഗാവസ്ഥ അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ മകന് മനസ്സിലായി ഈ കൊച്ചിനെയും ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇന്ന് ആ കൊച്ച് ഏതാണ്ട് പരിപൂർണ സൗഖ്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും പ്രിയമുള്ളവരെ, ഈശോ ഒത്തിരിയേറെ സ്ഥലങ്ങളിലൂടെ പ്രാർത്ഥിക്കുവാനും രോഗികളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനും ഇന്ന് സാധിച്ചു. നമ്മൾ ഇവിടെ അടുത്താണ് കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇരുന്ന വികാരി അച്ഛനാണ്, തെക്കേക്കുളം ഒരു വികാരി അച്ഛനാണ്. ഇപ്പം തലശ്ശേരി രൂപതയില് വികാരി ആയിട്ട് ഇരിട്ടിക്കടുത്ത ഒരു പ്രദേശമാണ്. അച്ഛൻ ശാലോമിന്ന് ആരോ നമ്പർ കൊടുത്തു, ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങളവിടെ കടന്നു ചെന്നു. അച്ഛന്റെ അനിയന് ഒരു വണ്ടി ഡ്രൈവറാണ്, സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർ. അതിൻ്റെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു മുഴ. അങ്ങനെ അച്ഛന് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല. ഞങ്ങൾ അച്ഛനോട് വണ്ടിക്ക് യാത്ര ചെയ്തു. ഞങ്ങളെ ഇരിട്ടിക്കപ്പുറത്തുനിന്ന് തന്നെ അച്ഛൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ രോഗാവസ്ഥയൊക്കെ പറഞ്ഞു. തൃശ്ശൂര് അമലയിൽ നിന്നും ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിച്ചു. തലശ്ശേരിയിലായിരുന്നു ചികിത്സ. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, സഹോദര, എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കണം. അവർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷെ ബലിയുടെ മഹത്വവും ബലിയും പറഞ്ഞു കൊടുത്തു. ബലിയിൽ നിന്നാണ് സൗഖ്യം ഉണ്ടാകുക. ഈ അച്ഛന്റെ അനിയനോട് പറഞ്ഞു കൊടുത്തു. അച്ഛൻ ഈ അനിയനോട് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയപ്പം പറഞ്ഞു, റോയി പറഞ്ഞത് കേട്ടോ, എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കണം. പ്രിയമുള്ളവരെ, ഒരാഴ്ച ബലിയിൽ പങ്കെടുത്തു. പോയി തൃശ്ശൂർ അമലയിൽ തന്നെ ചെല്ലുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ
ക്യാൻസർ ഇല്ല, പരിപൂർണ സൗഖ്യമായി. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിന് നമുക്ക് നൽകാൻ സാധിക്കുക. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ഈശോയി നമുക്കുണ്ട്. ഓർക്കുക പ്രിയമുള്ളവരെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് മാരകമായ രോഗമാണെങ്കിലും ഈശോ സുഖപ്പെടുത്തും. ഞാനല്ല സുഖപ്പെടുത്തിയ പ്രിയമുള്ളവരെ, ഈശോ സുഖപ്പെടുത്തും. ഈശോയ്ക്ക് സാധിക്കും. നമ്മൾ ദൈവത്തിലേക്ക് അടുക്കണം. ഒരു തകർച്ച വന്നെന്ന് കരുതി ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റ് പല ചിന്തകളിലേക്കോ ദേവാലയത്തിൽ പോകാതെ, ബലി അർപ്പണത്തിൽ മുടക്കം വരുത്താതെ സ്ഥിരമായി ബലിയിൽ പങ്കെടുക്കണം. പ്രിയമുള്ളവരെ, വീണ്ടും കോട്ടയത്തുള്ള അവിടെ കോട്ടയം കൃത്യം അങ്ങാടിയിൽ തന്നെ ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു അനാഥ ആലയമുണ്ട്. ക്യാൻസർ രോഗികള്, എയ്ഡ്സ് രോഗികള് അങ്ങനെ നടത്തുന്ന ഈ കോട്ടയത്തെ സിസ്റ്റർമാര്. പ്രിയമുള്ളവരെ, ഏതാണ്ട് 65ഓളം ക്യാൻസർ രോഗികളുണ്ട് അവിടെ. 18ഓളം എയ്ഡ്സ് രോഗികളുണ്ട് അവിടെ. ഒരു സിസ്റ്ററിന് ക്യാൻസർ ആയിട്ട് ഞങ്ങൾ കിടന്നു ചെല്ലാൻ സാധിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അവിടെ ചെന്നപ്പോൾ ഈ സിസ്റ്റർ BSc നേഴ്സാണ്, പഠിച്ച് ജോലി ഗൾഫിൽ എവിടെയാണ്ട് ജോലിയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഈ സിസ്റ്റർ ശരീരമാകെ വികൃതമായി നിൽക്കുന്നു. ഡോക്ടർമാരെല്ലാം ഒഴിവാക്കി. ഞാൻ ഈ സിസ്റ്ററിനോട് സംസാരിച്ചു. ഞങ്ങളുടെ കൂടെയുള്ളവരുണ്ട്, ഇവരെല്ലാം സംസാരിച്ചിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, രോഗം ഇത് അനുഗ്രഹമായി മാറും. ഈ രോഗത്തെ ഓർത്ത് നന്ദി പറയുക. ഈ ക്യാൻസർ ഓർത്ത് നന്ദി പറയുവാന് ഈശോയോട് ഈ മകളെ ഞാൻ പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ സിസ്റ്റർ പെട്ടെന്ന് ഈ സിസ്റ്റർ പറഞ്ഞു, റോയി, ഇത് ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഡോക്ടർമാര് കൈയൊഴിയുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പറയുന്നത് 68ഓളം ക്യാൻസർ രോഗികള് അവിടെ തന്നെയുണ്ട് എന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ 68 ക്യാൻസർ രോഗികളെ പ്രാർത്ഥിക്കണം. ഇവർ ജന്മം ചെയ്താൽ സമ്മതിക്കില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, അവർക്ക് പ്രാർത്ഥിക്കാൻ സഹായം ചോദിക്കാൻ ആരുമില്ല. ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹായം ചോദിക്കാൻ ആളുണ്ട്, പക്ഷേ എനിക്കിവരെ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. അവർ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചിട്ട് വരാം. ഞങ്ങൾ അവിടെ പുറത്തു നിന്നു. എയ്ഡ്സ് രോഗികളുണ്ട്. അവർ പറഞ്ഞു, എയ്ഡ്സ് രോഗികളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല എന്ന്. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു ചാപ്പൽ ഒരുക്കിയിരിക്കുന്നു, മാതാവിന്റെ രൂപം ഒരുക്കിയിരിക്കുന്നു. അവിടെ ഈ എയ്ഡ്സ് രോഗികൾ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, എനിക്ക് എയ്ഡ്സ് രോഗികളെ, ഈ 19 എയ്ഡ്സ് രോഗികളെ പ്രാർത്ഥിച്ചാൽ എനിക്ക് പറ്റുള്ളൂ. അവര് സമ്മതിക്കാതിരുന്നു. ഞങ്ങൾ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞ് ഏറ്റവും അവസാനം സിസ്റ്റർ പറഞ്ഞു, തലയിലൊന്നും കൈവയ്ക്കരുത്, കുറച്ച് അകലം നിന്നിട്ട് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞങ്ങള് ഈ മുട്ടമേൽ നിന്നു. ഈ സിസ്റ്റർമാരെല്ലാം ഞങ്ങളോട് പറഞ്ഞു, ഇതിന്റെ അപ്പുറത്തേക്ക് കിടക്കരുത്. ഞാൻ ഏറ്റവും മുന്നിലേക്ക് ഞാൻ കിടന്നു ചെന്നു. അവിടെ മുട്ടം നിന്നു. ഈശോയാണ് പരിശുദ്ധ പരമ ദീപികാരൻ ഈശോയുടെ സന്നിധിയിലാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ ആയിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കൂടെയുള്ള സിസ്റ്റർ പറഞ്ഞു, തലേ കൈവയ്ക്കരുത്. ഞാൻ പറഞ്ഞു, അവര് പറയട്ടെ. അവര് തലേ കൈവയ്ക്കരുതെന്ന് പറയുകയാണെങ്കിൽ വെക്കില്ല. അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ 19 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ ആ ഗവൺമെന്റില് ആ റൂമില് എല്ലാ സിസ്റ്റേഴ്സും വന്ന് ആ ചാപ്പലിൽ വന്ന് നിന്ന്. പ്രിയമുള്ളവരെ, ഭയങ്കര ദൈവ അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ് അവിടെ നിൽക്കുക. പ്രിയമുള്ളവരെ, ദൈവം അത്രമാത്രം സ്നേഹിക്കുകയും അത്രമാത്രം പരിപാലിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ ഒരു നിമിഷമായിരുന്നു ആ കോട്ടയത്ത് ആ കോൺവെന്റിൽ പോയി പ്രാർത്ഥിച്ചത്. 19 എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി, 68ഓളം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി. പക്ഷേ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഈ മരിക്കാറായിരുന്ന സിസ്റ്റർ ഇന്ന് പരിപൂർണ സൗഖ്യമായി. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം. ഞാൻ അനുഭവിച്ച ദൈവത്തെ അനേക സ്ഥലങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ. എവിടെ ഒരു ക്യാൻസർ രോഗിയുണ്ടോ എന്ന് പറഞ്ഞാൽ എത്ര സുഖമില്ലെങ്കിലും ഞാൻ ഓടിച്ചെല്ലും. കാരണം എന്റെ ചാച്ചൻ അനുഭവിച്ച ക്യാൻസർ രോഗം, ഞാൻ അനുഭവിച്ച ക്യാൻസർ രോഗം എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. എനിക്ക് കിട്ടിയ സൗഖ്യം അനേകർക്ക് പകർന്നു കൊടുക്കുവാന് ഇന്ന് ദൈവം എന്നെ ഒരു ഉപകരണമാക്കുന്നുണ്ടെങ്കിൽ അത് ഈശോയാണ് സുഖപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈശോ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്.
ഈശോ ഒത്തിരിയേറെ സ്നേഹം, അനുഗ്രഹങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കിടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഈ നിമിഷങ്ങൾ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഏത് ആവശ്യങ്ങളാണോ, ഏത് പ്രാർത്ഥനാ നിയോഗങ്ങളാണോ, അത് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഉയർത്താം. അതെ, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25-ാം തിരുവചനം. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ കരങ്ങൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ അവർ കരങ്ങൾ ഉയർത്തി. പ്രിയമുള്ളവരെ, ഈ ഉയർത്തിയ കരങ്ങൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ ചങ്ങലകൾ അഴിഞ്ഞു വീണു. നമ്മൾ ഏത് രോഗപീഠകളാണോ നമ്മളെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടത്, ഒരു പക്ഷേ രോഗപീഠയായിരിക്കാം, മാരകമായ രോഗമായിരിക്കാം. പ്രിയമുള്ളവരെ, കരങ്ങൾ ഉയർട്ടെ. ഏത് ആവശ്യമാണോ നിങ്ങൾ ഈ ഉയർത്തിയ കരങ്ങൾ, നമ്മുടെ ജീവിക്കുന്ന ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവം, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തിന്റെ മുന്നിലാണ് ഞാനും നിങ്ങളും നിൽക്കുക. പ്രിയമുള്ളവരെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. എന്റെ ഈശോയെ, ഇതാണ് എന്റെ ആവശ്യം, ഞാൻ ഇന്ന രോഗാവസ്ഥയിലാണ്, ഈശോയെ കിടന്നു വരണമേ, രോഗപീഠകൾ ഏറ്റെടുക്കണമേ, ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ, ഇവരുടെ രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, ഇവരുടെ രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, തകർച്ചകൾ വിട്ടുപോകട്ടെ. ഈശോയെ, ഈ മക്കളെ അവൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അനുഗ്രഹിക്കണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ തകർച്ചകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 27 വയസ്സുള്ള കണ്ണൂർ ജില്ലയില് ഈശോയെ അടയ്ക്കാത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയ ഒരു മകള് ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഈശോയെ, പ്രിയമുള്ളവരെ, അതീവ ഗുരുതരാവസ്ഥയിലാണ് ആ മകള് കിടക്കുക. അതെ, ഇന്നലെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു, ഇന്ന് എഴുന്നേറ്റിരിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ മകളെ നമുക്ക് ഒരു നിമിഷം ഈശോയുടെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. അതുപോലെ ഒത്തിരിയേറെ കഴിഞ്ഞ ആഴ്ചകളിൽ ഏതാണ്ട് ഒരു 10ഓളം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ മക്കളെ എല്ലാം ഈശോയുടെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈശോയെ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. രോഗപീഠകൾ വിട്ടുപോകട്ടെ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങൾ ഈ കൂട്ടായ്മയില് എനിക്ക് വേണ്ടിയും ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഈ ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിടന്നു ചെല്ലുമ്പോൾ, പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ വേദനയിലൂടെയും പ്രയാസങ്ങളിലൂടെയും എല്ലാമാണ് കടന്നു പോകുക. നിങ്ങളുടെ ഈ ഒരു പ്രാർത്ഥനാ സഹായം ഞാൻ ചോദിക്കുന്നു. അതുപോലെ പ്രത്യേകമായ ഒരു നിയോഗമാണ് ഈ 31-ാം തീയതിയിൽ ഒരു അനുഭവത്തിന് വേണ്ടി, അതിനുവേണ്ടിയും പ്രത്യേകമായ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കൂട്ടായ്മയുടെയും പ്രാർത്ഥനാ സഹായം ഞാൻ ചോദിക്കുന്നു. ഞങ്ങളുടെ ടീമുകൾ ഒരുമിച്ച് ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ഒരു നിമിഷം കൂടെ ഈ 31-ാം തീയതി നടക്കുന്ന വലിയ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയെ ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. പ്രൈസ് ദി ലോർഡ്. കരകവിഞ്ഞൊഴുകും സ്നേഹം, കരുണാർദ്രമായ സ്നേഹം, അനന്തമായി അലിയും നമ്മിൽ അനുപമമാം ദൈവസ്നേഹം. കരകവിഞ്ഞൊഴുകും സ്നേഹം,
കരുണാദ്രമായ സ്നേഹം അനന്തമായി അലിയും നമ്മിൽ അനുപമമാം ദൈവസ്നേഹം സുസ്ഥിരമായി നിൽക്കും ദിവ്യസ്നേഹം പിന്തിരിയാതെന്നും ഇരിക്കും സ്നേഹം സുസ്ഥിരമായി നിൽക്കും ദിവ്യസ്നേഹം പിന്തിരിയാതെന്നും ഇരിക്കും സ്നേഹം അനശ്വര സ്നേഹം അചഞ്ചല സ്നേഹം അഭിഷേകാർദ്ര സ്നേഹം കരകവിഞ്ഞൊഴുകും സ്നേഹം കരുണാദ്രമായ സ്നേഹം അനന്തമായി അലിയും നമ്മിൽ അനുപമമാം ദൈവസ്നേഹം യോഹന്നാനു തല ചായ്ക്കാൻ തന്റെ മാറിടമേകിയ സ്നേഹം യോഹന്നാനു തല ചായ്ക്കാൻ തന്റെ മാറിടമേകിയ സ്നേഹം കാൽവരി വീതിയിൽ ക്രൂശിതയാത്രയിൽ കാൽവരി വീതിയിൽ ക്രൂശിതയാത്രയിൽ അലറിക്കരഞ്ഞ നാരീഗണത്തെ ആശ്വസിപ്പിച്ച സ്നേഹം അലറിക്കരഞ്ഞ നാരീഗണത്തെ ആശ്വസിപ്പിച്ച സ്നേഹം സുസ്ഥിരമായി നിൽക്കും ദിവ്യ സ്നേഹം പിന്തിരിയാതെന്നും ഇരിക്കും സ്നേഹം സുസ്ഥിരമായി നിൽക്കും ദിവ്യ സ്നേഹം പിന്തിരിയാതെന്നും ഇരിക്കും സ്നേഹം അനശ്വര സ്നേഹം അചഞ്ചല സ്നേഹം അഭിഷേകാർദ്ര സ്നേഹം കരകവിഞ്ഞൊഴുകും സ്നേഹം കരുണാദ്രമായ സ്നേഹം അനന്തമായി അലിയും നമ്മിൽ അനുപമമാം ദൈവസ്നേഹം അവിടുത്തെ സ്നേഹം നമ്മെ വലയും ചെയ്യും സ്നേഹം അവിടുത്തെ സ്നേഹം നമ്മെ വലയം ചെയ്യും സ്നേഹം അവന്റെ തിരുസ്നേഹം കോട്ടകൾ പണിയുന്നു അവന്റെ തിരുസ്നേഹം കോട്ടകൾ പണിയുന്നു പടവര ഭേദിച്ചാവിടുന്നെന്നും മോചനമേകും സ്നേഹം തടവറ ഭേദിച്ചവിടുന്നെന്നും മോചനമേകും സ്നേഹം സുസ്ഥിരമായി നിൽക്കും ദിവ്യ സ്നേഹം പിന്തിരിയാതെന്നും ഇരിക്കും സ്നേഹം സുസ്ഥിരമായി നിൽക്കും ദിവ്യ സ്നേഹം പിന്തിരിയാതെന്നും ഇരിക്കും സ്നേഹം അനശ്വര സ്നേഹം അചഞ്ചല സ്നേഹം അഭിഷേകാർദ്ര സ്നേഹം കവിഞ്ഞൊഴുകും സ്നേഹം കരുണാദ്രമായ സ്നേഹം അനന്തമായി അലിയും നമ്മിൽ അനുപമമാം ദൈവസ്നേഹം കരകവിഞ്ഞൊഴുകും സ്നേഹം
കരുണാദ്രമായ സ്നേഹം അനന്തമായി അലിയും നമ്മിൽ അനുപമമാം ദൈവ സ്നേഹം സുസ്ഥിരമായി നിൽക്കും ദിവ്യ സ്നേഹം പിന്തിരിയാതെന്നുമിരിക്കും സ്നേഹം സുസ്ഥിരമായി നിൽക്കും ദിവ്യ സ്നേഹം പിന്തിരിയാതെന്നുമിരിക്കും സ്നേഹം അനശ്വര സ്നേഹം അചഞ്ചല സ്നേഹം അഭിഷേകാദ്ര സ്നേഹം കരകവിഞ്ഞൊഴുകും സ്നേഹം കരുണാദ്രമായ സ്നേഹം അനന്തമായി അലിയും നമ്മിൽ അനുപമമാം ദൈവ സ്നേഹം